हरे हरे कृष्ण माता जी। हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे कृष्ण हरे 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 राम हरे राम राम हरे राम 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 हरे राम हरे। हरे हरे. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മൾ ഇന്ന് हरे അധ്യായം कृष्ण 5 माता जी. കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. हरे നമ്മൾ कृष्ण ഇന്ന് माता जी। 5ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാണ്. കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം, അതാണ് 5ാമത്തെ അധ്യായത്തിന്റെ പേര്. അപ്പൊ നമ്മൾ ഇന്നലെ ഏതധ്യായം കണ്ടത്? ഇന്നലെ 4ാമത്തെ അധ്യായം. പേരോർമ്മയുണ്ടോ? എന്താണ്? അതീന്ദ്രിയജ്ഞാനം അല്ലെ? അതീന്ദ്രിയജ്ഞാനം, അതാണ് നമ്മൾ 4ാമത്തെ അധ്യായം കണ്ടത്. ഭഗവാനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ എപ്പോ അവതരിക്കുന്നു പറഞ്ഞു, എന്തിനാണ് അവതരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? നമ്മൾ അതൊക്കെ കണ്ടു. ഓരോ യുഗത്തിലും ഭഗവാൻ അവതരിക്കുന്നു പറഞ്ഞു. പിന്നെ ഭഗവാന്റെ ജന്മത്തെ കുറിച്ചും ഭഗവാന്റെ ലീലകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നവർക്ക് എന്തുണ്ടാവില്ല? മറന്നോ? ഇനിയൊരു ജന്മം ഉണ്ടാവില്ല, പുനർജന്മം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? ഭൗതിക ലോകത്തിൽ വീണ്ടും വന്ന് ജന്മം എടുക്കേണ്ടതായിട്ട് വരില്ല എന്ന് പറഞ്ഞു. വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വേണ്ട. കാരണം കലിയുഗമാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ? കലിയുഗത്തിൽ എത്ര വർഷമുണ്ട്? കലിയുഗം അറിയാവോ? 100 വർഷം. കലിയുഗം 100 വർഷമല്ല. 100 വർഷമാണെങ്കിൽ കഴിഞ്ഞില്ല. 100 വർഷം 100 വർഷം അല്ല, ആയുസല്ലേ? 4,32,000 വർഷമാണ് കലിയുഗം ഉള്ളത്. 4,32,000 വർഷത്തില് എത്ര വർഷം കഴിഞ്ഞു? 5,500 എത്രയോ കഴിഞ്ഞു. ഇപ്പൊ 5,500 കഴിഞ്ഞു. ഇനി ബാക്കി എത്ര കിടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മളിപ്പോ നാമം ജപിച്ച് ഭഗവാനെ വിളിച്ച് പോയി കഴിഞ്ഞാല് നമുക്ക് വീണ്ടും വരേണ്ടി വരില്ല. അല്ലെങ്കിൽ കലിയുഗം പോകെ ലാസ്റ്റ് ഭഗവാൻ അവതരിക്കുന്ന എപ്പോഴാണ്? കലിയുഗത്തിന്റെ അവസാനമാണ് ഭഗവാൻ വരുന്നത്, കൽക്കിയായിട്ട് അവതരിക്കുന്നത്. അപ്പൊ അത്രയും അവസ്ഥ മോശമാകുമ്പോഴാണ് ഭഗവാൻ വരുന്നത്. പറഞ്ഞില്ലേ എന്താണ്? ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ എത്തുമ്പോഴാണ് ഭഗവാൻ അവതരിക്കുക. അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ ജന്മം എടുത്തോണ്ടിരുന്ന ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല. കാരണം ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. പോകെ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ചേക്ക്. ഇപ്പോഴേ തന്നെ കലിയുഗല്ലേ എന്ന് പറയും നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അല്ലെ? പിന്നെയും മുന്നിലേക്ക് പോകും തോറും എന്തായിരിക്കും അവസ്ഥ? അപ്പൊ വീണ്ടും വരാതിരിക്കാൻ നമ്മൾ നോക്കാം. അത് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? പരമാവധി ഭഗവാനെ മുറുക്കി പിടിച്ച് അങ്ങോട്ട് പോവുക, നാമം ജപിക്കുക, പറ്റാവുന്ന പോലെ നമ്മൾ പോകാം. അപ്പോൾ 5ാമത്തെ അധ്യായം കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ? പറ്റുന്ന പോലെ എല്ലാവരും എന്ത് ചെയ്യാ? ഭഗവാന്റെ നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോൾ നമ്മൾ ആ ബുദ്ധി തുറന്നു വരും. ഭഗവാൻ നമ്മളെപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബുദ്ധി തന്നെത്താനെ തുറക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ആര് തന്നെ തരും? നമുക്ക് പറഞ്ഞുതരും, ഭഗവാൻ തന്നെ പറഞ്ഞുതരും, മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഡെയിലി ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. അറിയാവോ ആർക്കെങ്കിലും? ഡെയിലി നമ്മൾ ചെയ്തു പോകേണ്ട 5 കാര്യങ്ങൾ, പഞ്ചാംഗ ഭക്തി എന്ന് പറയും അതിന്. 5 കാര്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യണം. പറ്റുന്നവരൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണ് അറിയാവോ? ഊഹിക്കാൻ പറ്റുമോ എന്തൊക്കെയായിരിക്കും? നാമജപം ശരിയാ, ഊഹം ശരിയാണ്. 5 കാര്യത്തിൽ ഒരെണ്ണം നാമജപാണ്. പിന്നെ ഭൂതയജ്ഞം, ദൈവയജ്ഞം, യജ്ഞങ്ങളൊന്നല്ല, അതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുമോ? അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീട്ടിലിരുന്നോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഇതേപോലെ തന്നെ വിഗ്രഹാരാധന. നമ്മൾ രാവിലെ, നിങ്ങള് മംഗളാരതിയുടെ ലിങ്ക് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിൽ നിർമാല്യ ദർശനം കണ്ടിട്ടുണ്ടോ? ഗ്രൂപ്പിൽ വരുന്ന ലിങ്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഞങ്ങൾക്ക് കിട്ടാറില്ല മാതാജി, കണ്ടിട്ടില്ല. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കേറില്ല. നാളെ തൊട്ട് ഇട്ടുതരാം നമുക്ക് അപ്പൊ കേട്ടോ. അതായത് ആയിക്കോട്ടെ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ രാവിലെ നിർമാല്യ ദർശനം ഉണ്ട് നമുക്ക്.
വിഗ്രഹാരാധന മാതാജി ഞാൻ ചെയ്യും. 4 മണിക്ക് നീച്ചു, പക്ഷെ നിർമ്മാല്യ ദർശനം കണ്ടില്ല. അതെന്താ കാണാൻ? ഞാൻ ലിങ്കിൽ കയറിയാ കിട്ടുമല്ലോ എനിക്ക് 4:30. ഞാൻ മാതാജിയുടെ ഈ ലിങ്കിലാ കയറിയത്, മറ്റേ ലിങ്ക് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ലിങ്കിൽ കിട്ടൂല. ആ നിർമ്മാല്യ ഇന്ന് ദർശനത്തിന്റെ ലിങ്ക് വേറെയാ. അതെ, അന്ന് മാതാജി ഒന്ന് ഗ്രൂപ്പിലിടണേ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് വിഗ്രഹാരാധന. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അമ്പലത്തിൽ നിർമ്മാല്യ ദർശനം നമുക്ക് കാണാം, ഡെയിലി നമുക്ക് അമ്പലത്തിൽ അത് കാണാം. വിഗ്രഹാരാധന, പിന്നെ നാമജപം, ഭാഗവത ശ്രവണം, സത്സംഗം, മധുരാവാസം, ഈ 5 കാര്യങ്ങള് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയാ ഡെയിലി മധുരയിൽ പോയിട്ട് താമസിക്കാന്നല്ല ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു വിഗ്രഹാരാധന. നമ്മൾ എവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കാണുന്നത്? നമ്മളെ വീട്ടിലിരുന്നിട്ടാണ് ഭഗവാന്റെ ഡെയിലി നമ്മൾ നിർമ്മാല്യ ദർശനം കാണുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5 മണിയാകുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ലിങ്കിൽ കയറുക. അവിടെ നാമജപം ഉണ്ടാവും, സത്സംഗം ഉണ്ടാവും. കാരണം നമ്മളിപ്പോ കാണുന്നില്ലേ ഭാഗവതം ക്ലാസ്സിൽ വരുന്നത്, വലിയൊരു സത്സംഗമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ സത്സംഗവും കിട്ടും, ഭാഗവത ശ്രവണവും കിട്ടും, നാമജപവും കിട്ടും. ഈ 3 കാര്യങ്ങൾ ഒറ്റയടിക്ക് നമ്മളെ ഭാഗവതത്തിന്റെ ലിങ്കിൽ കിട്ടും ഇല്ലേ? നാമജപം കിട്ടുന്നുണ്ട് അവിടെ. 5 മണി തൊട്ട് നാമജപം തുടങ്ങും അവിടെ. അപ്പൊ നാമജപം വരും. അത് കഴിഞ്ഞിട്ട് ഭാഗവത ശ്രവണം വരുന്നുണ്ട്, സത്സംഗവും നല്ലൊരു സംഘം വരുന്നുണ്ട്, സത്സംഗം കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ. പിന്നെ വിഗ്രഹാരാധനയും കിട്ടി നമുക്ക്. ഈ 4 കാര്യം കിട്ടി. ഇത് 4 നമ്മൾ എവിടെ ഇരുന്നാ ചെയ്യുന്നേ? വീട്ടിലിരുന്നു. നമ്മളെ വീട്ടിലിരുന്നിട്ട് അല്ലേ? അപ്പൊ മധുരാവാസം എന്ന് പറഞ്ഞാൽ മധുരയുടെ പ്രത്യേകത എന്താണ്? എന്റെ ജന്മസ്ഥലം. ഭഗവാൻ ജനിച്ച സ്ഥലമായതുകൊണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് വൈകുണ്ഠം എന്ന് വെച്ചാൽ ആത്മീയ ലോകത്തിലുള്ള സ്ഥലമാണ് വൈകുണ്ഠം അല്ലെ. വൈകുണ്ഠം എന്ന് വെച്ചാൽ ഭഗവാന്റെ ലോകമാണ്, ഗുണ്ടിതങ്ങൾ ഇല്ലാത്ത ഭഗവാന്റെ ലോകമാണ് വൈകുണ്ഠം. ആ വൈകുണ്ഠത്തെക്കാളും ശ്രേഷ്ഠമായിട്ടാണ് എന്ത് പറയുന്നത്? മധുരയെ പറയുന്നത്. കാരണം വൈകുണ്ഠം ആത്മീയ ലോകത്തിലാണ്, ഭൗതിക ലോകത്തിലാണ് മധുര. എന്നിട്ട് പോലും മധുര വൈകുണ്ഠത്തെക്കാളും ശ്രേഷ്ഠമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ അവിടെ ജനിച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡെയിലി നമ്മളെ വീട്ടിലിരുന്ന് ചെയ്യുമ്പോ ഭഗവാൻ എവിടെ ഉണ്ടാവും? മധുരയിലുണ്ടാവോ നമ്മളെ വീട്ടിലുണ്ടാവോ? വീട്ടിലുണ്ടാവും. നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പൊ മാതാജി ഒന്നും കൂടെ പറയോ 4 കാര്യങ്ങള്? രേഷ്ണ മാതാജി പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 5 കാര്യം. നമ്മളെ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ഭഗവാനെ ഭജിക്കാനും നമ്മുടെ വീട്ടിൽ ഭഗവാൻ വരും. പിന്നെ അപ്പൊ നമ്മളെവിടെയായി? മധുര വൃന്ദാവനം. നമ്മളെ വീട് എന്തായി മാറി? മധുര വൃന്ദാവനായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. കാരണം ഭഗവാൻ നിറഞ്ഞു നിൽക്കും എപ്പോഴും നമ്മളെ വീട്ടില്. നമ്മൾ എന്താ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റിട്ട് നാമം ജപിക്കുന്നു, ഭാഗവതം കേൾക്കുന്നു, സത്സംഗത്തിൽ പങ്കെടുക്കുന്നു, വിഗ്രഹാരാധന, ഭഗവാന്റെ ആരാധന, ദർശനം എടുക്കുന്നു. അപ്പൊ ഇത് 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇത് ചെയ്യുന്നത് നമ്മൾ എവിടെ വെച്ചിട്ടാണ്? എവിടെയാണോ ഭഗവാനെ കുറിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഭഗവാനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ ആരുണ്ടാവും? തക്ഷണം തന്നെ ഭഗവാൻ വരുന്ന പറയുന്നത് അവിടെ. അപ്പൊ നമ്മളെ വീട്ടിൽ എപ്പോഴും ആരുണ്ടാവും? ഭഗവാൻ ഉണ്ടാവും. ഭഗവാൻ വന്നാൽ പിന്നെ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടറിഞ്ഞെല്ലാം ചെയ്തോളൂ അല്ലെ. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് 5 കാര്യങ്ങൾ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാ. പഠിക്കുന്നതാണ് നിങ്ങളതൊക്കെ പഠിക്കാനുള്ളതാ. ഒന്ന് എന്തൊക്കെ പറഞ്ഞത്? ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു വിഗ്രഹാരാധന, നാമജപം, സത്സംഗം, ഭാഗവത ശ്രവണം, മധുരാവാസം. ഈ 5 കാര്യങ്ങൾ നമുക്ക് ഡെയിലി ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിത് വീട്ടില് ഒരു 4:30 തൊട്ട് 6 മണി വരെ സമയം കൊണ്ട് ഈ 5 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഡെയിലി. 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ പ്രിയപ്പെട്ടതായിട്ട് മാറാൻ പറ്റും നമുക്ക് അല്ലേ. കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാന്നുള്ള ഒരു കാര്യമുണ്ട് അവിടെ. രാവിലെ എഴുന്നേൽക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ രാവിലെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാം ചിലപ്പോൾ എഴുന്നേൽക്കാനൊക്കെ, ചെയ്ത് ശീലമില്ലാത്തവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവര് പതുക്കെ മാറി വന്നാൽ മതി. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എഴുന്നേറ്റാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം മുഴുവനും തലവേദനയായിരിക്കും ശീലമില്ലാത്തവർക്കാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ളവര് പറയൂ അയ്യോ ഒന്നത്തെ എന്റെ ദിവസം പോയി എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ വേണ്ട, പതുക്കെ മാറി വരാം. അല്ല എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു ദിവസം അത്രയും നല്ലൊരു ദിവസമായിട്ട് മാറും. കാരണം ഫുൾ ദിവസം നമുക്ക് ആ രാവിലത്തെ എനർജി ഉണ്ടല്ലോ, അത് മുഴുവൻ ദിവസവും നമുക്ക് നിൽക്കും.
ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവും രാവിലെ നമ്മൾ ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് ആ ഫുൾ ഡേയിലായി എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവും എല്ലാവർക്കും ഇല്ലേ? കാരണം രാവിലെ തന്നെ നമ്മൾ കേൾക്കുമ്പോഴുള്ള വ്യത്യാസം അതാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ 5 കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ഒരു 1-1.5 മണിക്കൂർ നമ്മൾ ഇത് കാണുമ്പോ കേൾക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറ്റും? നമുക്ക് ആ നമ്മളെ ശരിക്കും അത് സ്വാധീനിക്കും. ഡെയിലി രാവിലെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ രാവിലത്തെ ഒരു സമയം നമ്മുടെ അങ്ങനെയാണ്. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാത്ത നല്ല സാത്വികമായിട്ടുള്ള ഒരു ടൈമാണത്. അത് നമ്മളെ സ്വാധീനിക്കും. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മള് ശരിക്കും പാലിച്ചു പോകേണ്ട നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഈ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ പറയില്ലേ നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള 2 ഗ്രന്ഥങ്ങൾ എന്താ പറയുക, ഭഗവത്ഗീത, ഭാഗവതം നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടാവണം എന്ന് പറയും. ഹിന്ദു ആണെങ്കിൽ നമ്മളെ വീട്ടിൽ ഈ ഗ്രന്ഥങ്ങളുണ്ട്. ഹിന്ദു എന്നല്ല, എല്ലാവർക്കും വേണ്ട ഗ്രന്ഥങ്ങളാണ്. ഹിന്ദു എന്ന് എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും വേണ്ട ഗ്രന്ഥങ്ങളാണ് ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്: വിഗ്രഹാരാധന, നാമജപം, സത്സംഗം, പിന്നെ വന്നിട്ട് ഭാഗവത ശ്രവണം, മധുരാവാസം. മധുരാവാസം എന്ന് ഉദ്ദേശിക്കുന്നത് തിരുത്തി പറഞ്ഞിരുന്നു കൂടി, അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ എവിടെ ഇരുന്ന് ചെയ്യുന്നോ അവിടെയാണ് ആരുണ്ടാവുക? ഭഗവാനെ കുറിച്ച് ആര് പറയുന്നു അവിടെ ഭഗവാൻ വരും. തൽക്ഷണം തന്നെ ഭഗവാൻ വരും എന്നാ പറയുന്നത്. അപ്പൊ എന്നും നമ്മളത് ചെയ്യാനായിട്ട് നോക്കാം. പതുക്കെ ചെയ്യാം. ഇപ്പൊ പെട്ടെന്ന് ചെയ്യണം എന്നല്ല, പതുക്കെ അതിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അധ്യായം 5, കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ഈ അധ്യായത്തില് ഭഗവാൻ എന്താ പറഞ്ഞത്? സന്യാസം. അതായത് സന്യാസം എന്ന് വെച്ചാൽ കർമ്മം ത്യജിക്കുന്നതാണ് സന്യാസം എന്ന് പറയുന്നത്. ആ സന്യാസത്തെ കുറിച്ചും കർമ്മയോഗത്തെ കുറിച്ചും, ഭക്തിയോടെ കർമ്മം ചെയ്യുന്നത്, ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം, അത് ഭക്തിയോട് കൂടി കർമ്മം ചെയ്യുന്നതാണോ സന്യാസമാണോ, ഏതാണ് നല്ലതെന്നുള്ളതാണ് ഈ അധ്യായത്തില് നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് 5-ാമത്തെ അധ്യായം. സന്യാസം എന്ന കർമ്മം പരിത്യജിക്കുന്നതിനാണ് സന്യാസം എന്ന് പറയുക. അതാണോ നല്ലത് അതോ ഭക്തിയോട് കൂടി കർമ്മം ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളതാണ് ഈ അധ്യായത്തില് പറഞ്ഞു തരുന്നത്. 5-ാമത്തെ അധ്യായത്തില് ഭക്തിയോടെ കർമ്മം ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഈ അധ്യായം 5 ഹരേ കൃഷ്ണ. കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച: സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു: കൃഷ്ണ, കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു. പിന്നെ ഭക്തി പുരസരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരാമോ? അപ്പൊ അർജുനൻ പറയാണ്: കൃഷ്ണ, ഒരിക്കൽ അങ്ങ് എന്നോട് എന്ത് പറഞ്ഞു? കർമ്മം ഉപേക്ഷിക്കാൻ പറഞ്ഞു. പിന്നെ അങ്ങ് എന്നോട് എന്ത് പറഞ്ഞു? ഭക്തിപൂർവ്വം കർമ്മം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ രണ്ടിലും വെച്ച് ഏറ്റവും ശ്രേയസ്കരമായത് ഏതാണ്? അത് എനിക്ക് പറഞ്ഞു തരാനാണ് ഇവിടെ ആര് പറയുന്നത്? അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇത് 2 കാര്യത്തില് ഏതാണ് ഏറ്റവും നല്ലത് എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. കർമ്മം ഉപേക്ഷിക്കലാണോ, കർമ്മം പരിത്യാഗം ചെയ്യുന്നതാണോ, കർമ്മം ചെയ്യുന്നതാണോ, കർമ്മം ഭക്തിയോടെ കർമ്മം ചെയ്യുന്നതാണ്, ഏതാണ് നല്ലതെന്നാണ് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാനുവാച: സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസ്സകരാവുഭൗ തയോസ്തു കർമ്മ സന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും രണ്ടും മുക്തിക്ക് നല്ലത് തന്നെയാണ്. എങ്കിലും എന്താ പറയണത്? ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം. ഇപ്പൊ ഭഗവാൻ പറയാണ്, കർമ്മം പരിത്യാഗം ചെയ്യുന്ന, കർമ്മം ത്യജിക്കുന്നതും ഭക്തിപൂർവ്വം കർമ്മം ചെയ്യുന്നതും രണ്ടും മുക്തിക്ക് നല്ലത് തന്നെയാണ്. എന്താ പറയുക? കർമ്മം ത്യജിക്കാൻ കർമ്മത്തിന്റെ ഫലങ്ങൾ ത്യജിക്കാം. സന്യാസി ചെയ്യുന്ന അങ്ങനെയല്ല. കർമ്മം ത്യജിക്കുന്നതും കർമ്മത്തിന്റെ ഭക്തിയുതമായിട്ടുള്ള കർമ്മം രണ്ടും എന്ത് തന്നെയാണ്? മുക്തിക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും എന്താണ് ഭഗവാൻ പറയുന്നത്?
ഭക്തിയുതമായ സേവന കർമ്മമാണ്. ഭക്തിയോടുകൂടി ചെയ്യുന്ന സേവന കർമ്മമാണ് എന്ത്? കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം. അപ്പൊ കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം എന്ന് പറയുന്നത് ഭക്തിയോടുകൂടി സേവനം ചെയ്യുക, ഭഗവാന് സേവനം ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് ഭഗവാൻ പറയാണ്. ഒരു കഥയാണ് നമുക്കതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു തരുന്നത്. നൃഗൻ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. നൃഗൻ എന്ന് പറഞ്ഞ രാജാവിന്റെ കഥ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പുണ്യഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, കുറെ പുണ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നൃഗൻ എന്ന് പറഞ്ഞ രാജാവ്. അപ്പൊ അദ്ദേഹം എന്നും എന്ത് ചെയ്യും? പശുക്കളെ ദാനം കൊടുക്കും. ഗോദാനം എന്ന് വെച്ചാൽ ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദാനമാണ് എന്ത്? ഗോദാനം. പശുക്കളെ ദാനം കൊടുക്കുക. അപ്പോൾ നല്ല പശുക്കളെ നോക്കിയിട്ട് ശ്രേഷ്ഠരായ വ്യക്തികൾക്ക് ദാനം കൊടുക്കേണ്ടത് ആർക്കാണ്? ബ്രാഹ്മണന്മാർക്കാണ് ദാനം കൊടുക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള നല്ല ബ്രാഹ്മണന്മാരെ കണ്ടെത്തി ആ യോഗ്യതയുള്ള അത്തരത്തിലുള്ള ബ്രാഹ്മണന്മാർക്ക് ദാനം കൊടുക്കുക. എന്നും ദാനം കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്, ചെയ്യുന്നൊരു ശീലാണ് ആരുടെ? ഈ രാജാവിന്റെ, ദുർഗരാജാവിന്റെ. അപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും ബ്രാഹ്മണന്മാർക്ക് ദാനമായിട്ടൊരു പശുവിനെ ദാനം കൊടുക്കും. എന്നും അത് ചെയ്യും. എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? രാജാവിന്റെ പുണ്യഫലങ്ങൾ അനുഭവിക്കുക. അപ്പൊ ഇന്ന് എപ്പോഴും പുണ്യലോകത്ത്, സ്വർഗലോകത്ത് പോയിട്ട് ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ചെയ്ത് ആ ബ്രാഹ്മണൻ ആ പശുവിനെയും കൊണ്ടുപോയി. വൈകുന്നേരമായപ്പോ ഈ പശു ആ ബ്രാഹ്മണന്റെ വീട്ടില് പശുവിനെ കെട്ടിയ സ്ഥലത്ത് നിന്ന് അഴിഞ്ഞ് അതെവിടേക്ക് വന്നു? രാജാവിന്റെ കൊട്ടാരത്തിലെ പശുക്കളുടെ കൂട്ടത്തിലേക്ക് വന്നു ചേർന്നു. രാജാവിന് ഇത് അറിഞ്ഞില്ല. പിറ്റേ ദിവസം രാജാവ് വീണ്ടും എന്ത് ചെയ്തു? അടുത്ത ബ്രാഹ്മണനെ കണ്ടുപിടിച്ച് ആ ബ്രാഹ്മണന് പശുവിനെ ദാനം കൊടുത്തു. അപ്പോൾ രാജാവ് അറിയാതെ ദാനം കൊടുത്തത് ഈ അഴിഞ്ഞു വന്ന് തലേ ദിവസം ദാനം കൊടുത്ത് അഴിഞ്ഞു വന്ന ആ പശുവിനെയാണ് ഇന്ന് വേറൊരു ബ്രാഹ്മണന് ദാനം കൊടുത്തത്. അപ്പോൾ പശു നഷ്ടപ്പെട്ട ബ്രാഹ്മണൻ തന്റെ പശു നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയിട്ട് രാജാവിനോട് പറയാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ദാനം കിട്ടിയ പശുവുമായിട്ട് ഈ പശുവിനെയും കൊണ്ട് ആര് പോകാണ്? മറ്റൊരു ബ്രാഹ്മണൻ പോകുന്നതാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടും. അപ്പൊ കണ്ടുമുട്ടുമ്പോ പശു നഷ്ടപ്പെട്ട ബ്രാഹ്മണനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് തന്റെ ഇന്നലെ നഷ്ടപ്പെട്ടു പോയ പശുവാണെന്ന് മനസ്സിലാവും. അവർ തമ്മിൽ തർക്കാകും. അങ്ങനെ കൊട്ടാരത്തിലെത്തി രാജാവിനോട് കാര്യം പറയുമ്പോൾ രാജാവിന് മനസ്സിലായി തനിക്ക് അബദ്ധം സംഭവിച്ചു എന്നുള്ളത്. ആർക്ക് മനസ്സിലായി? രാജാവിന് മനസ്സിലായി. താൻ അറിയാതെയാണെങ്കിലും താൻ ചെയ്തതൊരു തെറ്റാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം രണ്ടുപേരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾക്ക് വേറൊരു പശുവിനെ ദാനമായിട്ട് തരാന്ന് പറയും, വീഴ്ച ചെയ്യാനായിട്ട് അവരോട് പറയും. പക്ഷെ രണ്ടുപേരും തയ്യാറാവില്ല. രണ്ടുപേർക്കും ആ പശു തന്നെ മതി. രണ്ടുപേരും തയ്യാറാവില്ല. അങ്ങനെ രണ്ടുപേരും എന്താ ചെയ്യണ? ലാസ്റ്റ് ആ പശുവിനെ അവിടെ ഇട്ട് രാജാവിനെ ശപിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അപ്പോ രാജാവ് എന്തിനതൊക്കെ ചെയ്തത്? ശാപം കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല, പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്തതാ. പക്ഷെ എന്താ സംഭവിച്ചത്? അവിടെ രാജാവിന് ശാപമാണ് കിട്ടിയത്. അങ്ങനെ കുറെ കഴിഞ്ഞു രാജാവ് മരണപ്പെട്ടു. മരണം സംഭവിച്ച് എവിടെ പോകണം? മരിച്ചു കഴിഞ്ഞാല് യമദേവന്റെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോ യമരാജൻ പറഞ്ഞു, പുണ്യഫലം അനുഭവിക്കാനുണ്ട് കുറെ, ഒരു പാപത്തിന്റെ ഫലം അനുഭവിക്കാനുണ്ട്. ഏത് ആദ്യം അനുഭവിക്കണം ചോദിക്കും. അപ്പൊ രാജാവ് പറഞ്ഞു പാപം ആദ്യം അനുഭവിക്കാം. അങ്ങനെ രാജാവ് ഒരു നമ്മുടെ ഭഗവാന്റെ ദ്വാരകയില് ഭഗവാന്റെ അവിടുത്തെ കിണറ്റില് വലിയൊരു പല്ലിയായിട്ട് രാജാവ് ജന്മം എടുക്കാണ്. പല്ലിയായിട്ട് അങ്ങനെ ഭഗവാന്റെ മക്കള് സാമ്പനും കൂട്ടുകാരും കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവര് കളിച്ചുകൊണ്ടിരിക്കുന്ന പന്ത് ആ പൊട്ടക്കിണറ്റിൽ വീഴുമ്പോൾ അത് എടുക്കാൻ ചെല്ലുമ്പോൾ അവര് പല്ലിയെ കണ്ട് അവർ പേടിച്ച് ഭഗവാനോട് വന്ന് പറയും. അങ്ങനെ ഭഗവാൻ വന്ന് ആ പന്തെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ പല്ലിയെ സ്പർശിക്കുമ്പോൾ ഈ പല്ലിക്ക് എന്ത് കിട്ടും? ശാപമോക്ഷം കിട്ടി. അപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ് ഈ പല്ലിയുടെ അടുത്ത്, അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ അറിയാത്തതായിട്ട് യാതൊന്നുമില്ല. പക്ഷെ എന്നാലും രാജാവ് പറയാണ്, അങ്ങേക്ക് അറിയാത്തതായിട്ട് യാതൊന്നും ഇല്ല, എങ്കിലും ഞാൻ പറയാം, ഞാൻ നൃഗൻ എന്ന് പറഞ്ഞ രാജാവാണ്. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഭഗവാനോട് പറയും. അങ്ങനെ രാജാവിന് മോക്ഷം കിട്ടി. രാജാവ് ബാക്കി പുണ്യഫലങ്ങൾ അനുഭവിക്കാനായിട്ട് വീണ്ടും പോകും. കാരണം പാപത്തിന്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ രാജാവ് ഇതെല്ലാം ചെയ്തത് എന്തിനാണ്? പുണ്യഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ രാജാവ് അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് എന്ത് അനുഭവിക്കേണ്ടി വന്നു?
പാപം അനുഭവിക്കേണ്ടി വന്നു, ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതാണ് നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞ എന്താണ്, ചിലപ്പോൾ ആ ചെയ്യുന്നത് നമ്മൾ വിചാരിച്ച രീതിയിലല്ല സംഭവിക്കുന്നെങ്കിൽ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനാണ് ഈ രാജാവിന്റെ കഥ ഇപ്പൊ നമുക്കിവിടെ പറഞ്ഞു തന്നത്. ജ്ഞേയസ നിത്യ സന്യാസി യോന ദ്വേഷ്ടീന കാംക്ഷതി നിർത്തന്തോ ഹി മഹാബാഹോ സുഖം പത്താത് പ്രമുച്യത്തെ. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് നിത്യസന്യാസി. അപ്പൊ നിത്യസന്യാസി എന്ന് പറഞ്ഞാല് കർമ്മത്തിന്റെ ഫലങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല വെറുക്കുന്നുമില്ല, രണ്ടുമില്ല. ഫലം വേണമെന്നുമില്ല വേണ്ടാന്നുമില്ല, രണ്ടും ഇല്ലാത്ത ആളാണ് ആര്, സന്യാസി എന്ന് പറയുന്നത്. കർമ്മത്തിന്റെ ഫലങ്ങൾ ആഗ്രഹിക്കുന്നില്ല, കർമ്മം ചെയ്യുന്നു അല്ലാതെ ഫലങ്ങൾ ആഗ്രഹിക്കുന്നില്ല വെറുക്കുന്നില്ല. മഹാബാഹുവായ അർജുന, അയാൾ ദ്വന്ദ്ങ്ങളിൽ നിന്നൊഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷം അടയുകയും ചെയ്യുന്നു. അപ്പൊ അയാൾക്ക് എന്ത് സാധിക്കും, പെട്ടെന്ന് തന്നെ ദ്വന്ദ്ങ്ങളിൽ നിന്നൊഴിയാൻ. ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ വരുന്നത്, അതാണ് ദ്വന്ദ്ം എന്ന് പറയുന്നത്. അപ്പൊ എന്തില്ല അയാൾക്ക് അവിടെ, ആഗ്രഹങ്ങളും ഇല്ല, ഇഷ്ടങ്ങളും ഇല്ല അനിഷ്ടങ്ങളും ഇല്ല, ശരികളും ഇല്ല തെറ്റുകളും ഇല്ല, ദോഷങ്ങളും ഇല്ല ഗുണങ്ങളും ഇല്ല. അങ്ങനെ ഈ രണ്ടു കാര്യം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ ഭൗതിക ബന്ധനത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് മുക്തനാകാനും മോക്ഷമടയാനും സാധിക്കും. എങ്ങനെയുള്ള വ്യക്തിക്ക്, കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത വ്യക്തിക്ക്. അയാളാണ് നിത്യസന്യാസി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തൂമയോ ഗതഃ യോഗയുക്തോ മുനിർ ബ്രഹ്മ നചീരേണാധിഗച്ഛതി. എല്ലാ കർമ്മങ്ങളും ത്യജിച്ചു വന്നിരിക്കലും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല. ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ പരമപദം പ്രാപിക്കും. അപ്പൊ നമ്മൾ എല്ലാ കർമ്മങ്ങളും നമ്മൾ ത്യജിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ എന്തുകൂടി ചെയ്താലേ നമുക്ക് പൂർണ്ണത കിട്ടുള്ളൂ, അല്ലെങ്കിൽ സന്തുഷ്ടി നേടാൻ സാധിക്കുള്ളൂ, ഭക്തിയുത ഭഗവത് സേവനം. ഭക്തിയോടുകൂടി ഭഗവാനെ സേവനം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, അവിടെ സന്തുഷ്ടി നേടാനായിട്ട് സാധിക്കുള്ളൂ. എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ത്യജിച്ചാലും ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് സാധിക്കും, അചിരേണ പരമപദം പ്രാപിക്കാൻ സാധിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാലും നമ്മൾ എന്ത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ഭക്തിയോടെ ഭഗവാന്റെ സേവനം ചെയ്യാന്നുള്ളത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സന്തുഷ്ടി നേടാനും സാധിക്കുള്ളൂ, ആ പരമപദത്തിലെത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് ഇവിടെ ഭഗവാൻ പറയുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്, ബ്രഹ്മണ്യാധ്യായ കർമാണി സംഘം ത്യക്താ കരോതി യഃ ലിപ്യതേ നാസ പാപേന പത്മപത്രാവിവാംപസ. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷനെ സമർപ്പിച്ചുകൊണ്ട് തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമര ഇലയിൽ വെള്ളം എന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ബാധിക്കുകയില്ല. അപ്പൊ ആസക്തി ഇല്ലാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട്, അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിൽ നമുക്ക് എന്തില്ല, ആസക്തി ഇല്ല. അതിന്റെ ഫലം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർത്തവ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി എങ്ങനെയായിരിക്കും, താമരയിലെ വെള്ളത്തിൽ കിടന്നാലും നനയാത്ത പോലെ. ഇപ്പൊ താമരയിലെ വെള്ളത്തിൽ കിടന്നാലും അത് എടുക്കുമ്പോ എങ്ങനെയാണ്, നനയുന്നില്ല. താമരയിലെ ഉണങ്ങി വെള്ളം നനയാത്ത പോലെ തന്നെ ഉണ്ടാവും അല്ലെ. അങ്ങനെ ചെയ്യുന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ബാധിക്കുന്നില്ല. അപ്പോൾ താമരയിലെ വെള്ളത്തിലിട്ടാൽ നനയാത്ത പോലെ തന്നെയാണ് എന്ത്, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ ഒരിക്കലും ആരെ ബാധിക്കില്ല, ആ വ്യക്തിയെ ബാധിക്കുന്നില്ല. എപ്രകാരമാണോ താമരയിലെ വെള്ളത്തിൽ കിടന്നാലും അത് നനയാത്തത് പോലെ തന്നെ ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ ദുഷ്കർമ്മ ഫലങ്ങളൊന്നും ആ വ്യക്തിയെ ബാധിക്കുന്നില്ല. യുക്ത കർമ്മഫലം ത്യക്ത ശാന്തി മാപ്നോതി നൈഷ്ടകീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിപത്യത്തെ. സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നു, സ്ഥിരചിത്തനായിട്ടുള്ള ഒരു ഭക്തൻ, അതായത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ തത്വത്തില് ശരിയായ രീതിയിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു ഭക്തൻ എല്ലാ കർമ്മത്തിന്റെ ഫലവും ആർക്ക് സമർപ്പിക്കും, ഭഗവാന് സമർപ്പിക്കും. ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എന്തുണ്ടാവും, സമ്പൂർണ്ണ സമാധാനം നേടാൻ സാധിക്കും. നേരെ മറിച്ച് ഭഗവാനിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവൻ തന്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹി ആയതുകൊണ്ട് അതിൽപ്പെട്ട് വലയം ചെയ്യും. അതായത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക, തന്റെ സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ച് കർമ്മം ചെയ്യുന്ന വ്യക്തിക്കോ
അത് അത്യാഗ്രഹി ആയതുകൊണ്ട്, കർമ്മത്തിന്റെ ഫലത്തിൽ അത്യാഗ്രഹി ആയതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട് വലയുകയും ചെയ്യും. ഇപ്പൊ നമ്മള് കർമ്മത്തിന്റെ ഫലങ്ങള് ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫലത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്ക് കർമ്മം ചെയ്യുന്നു, ഫലം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തില്ല? ടെൻഷൻ ഇല്ല. അതിന്റെ ഫലം എന്താകും എന്നുള്ള ടെൻഷൻ ഇല്ല നമുക്ക്. അതുകൊണ്ട് സമ്പൂർണ്ണ സമാധാനം നമുക്ക് കിട്ടും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിലോ അതിന്റെ ഫലം എന്താകും എന്നുള്ളത് ചിന്തിച്ച് അവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ. അപ്പൊ അതിൽ അത്യാഗ്രഹി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമുക്ക് എപ്പോഴും സമാധാനക്കേടായിരിക്കും, എപ്പോഴും ടെൻഷൻ ആയിരിക്കും. അതെന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കർമ്മഫലങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നവർക്ക് സമ്പൂർണ്ണ സമാധാനം കിട്ടും. അല്ലാതെ കർമ്മത്തിന്റെ ഫലത്തിൽ അത്യാഗ്രഹി ആയി കഴിഞ്ഞാലോ നമ്മൾ അതിൽ പെട്ട് വലയുകയും ചെയ്യും. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മ ഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ശരീരസ്ഥനായ ആത്മാവ് തന്റെ ശരീരമാകുന്ന പുരത്തിന്റെ ഉടമസ്ഥൻ. കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല, കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നതുമില്ല. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മൾ ഇന്നലെ പഠിച്ചു, പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പൊ ശരീരസ്ഥനായ ആത്മാവ്, ആ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ആരാണ്? ആ ശരീരമാകുന്ന പുരത്തിന്റെ ഉടമസ്ഥനാണ്. നമ്മളെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു പുരയാണെങ്കിൽ ആ പുരയുടെ ഉടമസ്ഥനാണ് ആര്? ഈ ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല, കർമ്മത്തിന്റെ ഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെ ആരാണ് കാരണം? പ്രകൃതിയുടെ 3 ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങൾ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നുള്ളത് ഇവിടെ നമുക്ക് പറഞ്ഞു തരാണ്. തത്ബുദ്ധയ തഥാത്മാന തന്നിഷ്ഠ തത്പരായണഃ ഗച്ഛന്ത്യ പുനരാവർത്തിം ജ്ഞാന നിർധൂത കൽമഷ. നമ്മുടെ തദ്ബുദ്ധ തദാത്മാന തന്നിഷ്ഠ തത്പരായണ എന്തൊക്കെയാണ്? ബുദ്ധി, മനസ്സ്, വിശ്വാസം, ആശ്രയം. 4 കാര്യങ്ങള്. ബുദ്ധി, മനസ്സ്, വിശ്വാസം, ആശ്രയം. ഈ 4 കാര്യങ്ങള് പരമ്പൊരുളിൽ, അതായത് ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറും. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മുടെ മനസ്സ്, ബുദ്ധി, വിശ്വാസം, ആശ്രയം. നമ്മള് ബുദ്ധി ഭഗവാനിൽ ഉറപ്പിക്കണം, മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കണം, വിശ്വാസം ഭഗവാനിൽ വിശ്വസിക്കുക, ആശ്രയം നമുക്ക് ആര് മാത്രമേ ആശ്രയമുള്ളൂ? ഭഗവാൻ മാത്രമേ ആശ്രയമുള്ളൂ. ഭഗവാൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഏതൊരു സമയത്ത് നമ്മളെ രക്ഷിക്കാൻ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുക. ഭഗവാനിൽ മനസ്സുറപ്പിക്കുക, നമ്മുടെ ബുദ്ധി ഭഗവാനിൽ കേന്ദ്രീകരിപ്പിക്കുക. അങ്ങനെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുമ്പോൾ നമുക്ക് എന്ത് സാധിക്കും? ആ പരിപൂർണ ജ്ഞാനം നേടി സംശയങ്ങളെല്ലാം ഒഴിഞ്ഞ് മുക്തിമാർഗത്തില് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തദ്ബുദ്ധയ തദാത്മാന തന്നിഷ്ഠ തത്പരായണ. ബുദ്ധി, മനസ്സ്, വിശ്വാസം, ആശ്രയം. ഈ 4 കാര്യങ്ങള് ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്നത്? 3 തരത്തിൽ നമുക്ക് ചെയ്യാം അല്ലെ? ഭഗവാനെ നമുക്ക് പ്രാപിക്കാനായിട്ട് സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ പഠിച്ചു 2-ാമത്തെ അധ്യായത്തില് ബ്രഹ്മമായിട്ടും പരമാത്മാവായിട്ടും ഭഗവാനായിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ഭഗവാനെ സാക്ഷാത്കാരം നേടാൻ സാധിക്കില്ല. ചിലവരെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞില്ല എന്നല്ല, ഓരോരുത്തരുടെയും ഓരോ തോതനുസരിച്ചാണ് ഭഗവാൻ നമുക്ക് പ്രതിഫലം നൽകുന്നത്. നമ്മൾ ഇതെല്ലാം പഠിച്ചു. അപ്പൊ ചിലവർക്ക് എന്താണ്? ബ്രഹ്മമായിട്ടായിരിക്കും സാക്ഷാത്കരിക്കുന്നത്, ചിലര് പരമാത്മാവായിട്ടായിരിക്കും സാക്ഷാത്കരിക്കുന്നത്, ചിലര് ഭഗവാനായിട്ട് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അപ്പൊ ചിലവര് ബ്രഹ്മത്തിൽ ലയിക്കും, അതായത് ഭഗവാന്റെ ആ ജ്യോതിയിൽ ലയിക്കുന്നു. ചിലവര് പരമാത്മാവില് ആ ഭഗവാനെ പരമാത്മാവായിട്ട് ധ്യാനിച്ചുകൊണ്ട് ആ പരമാത്മാവിലൂടെ സാക്ഷാത്കാരം നേടുന്നു. അല്ലാത്തവർക്ക് എന്ത് സാധിക്കുന്നു? ഭക്തന്മാർക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. നമുക്കറിയാം അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സാക്ഷാത്കാരം ഏതാണ്? ഭഗവത് സാക്ഷാത്കാരമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു ബുദ്ധി, വിശ്വാസം, ആശ്രയം, പിന്നെ മനസ്സ്. അത് ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനം കൊണ്ട് നമുക്ക് എന്ത് സാധിക്കും? സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയാണ്, വിദ്യാവിനയ സമ്പന്നേ ബ്രഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശപാകേ ച പണ്ഡിത സമദർശിനഃ. അങ്ങനെയുള്ളവർക്ക് അറിവും വിനയമുള്ള ഒരു ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനെയും സമദൃഷ്ടിയോടെ യഥാർത്ഥ ജ്ഞാനമുള്ള വിനയാന്വിതരായ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക്, ആ ശരിയായ ജ്ഞാനം നേടിയ വ്യക്തികൾക്ക് എന്ത് അറിയാൻ സാധിക്കും? അവര് ഒരു ബ്രാഹ്മണനെ കണ്ടാലും, ഒരു പശുവിനെ കണ്ടാലും, ഒരു ആനയെ കണ്ടാലും, ഒരു നായയെ കണ്ടാലും, നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനെ കണ്ടാലും സമഭാവനയോടെ, സമദൃഷ്ടിയോടെ കാണും. കാരണം എന്തുകൊണ്ടാണ്? അവര്
അവർക്കറിയാം നമ്മളെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്, ഒരു പുറന്തോടാണ്. ഇന്ന് നമ്മൾ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നു, അവരിപ്പോ ആ പശുവായിട്ടും ആനയായിട്ടും നായയായിട്ടും ഒക്കെ ഇരിക്കുന്നു. നാളെ അവരും ആരാകാം, അവരും നാളെ മനുഷ്യ ജന്മത്തിൽ വരാം. നമ്മൾ നേരെ എന്തിലേക്കും പോകാം, ഈ പശുവായിട്ടും ആനയായിട്ടും നായയായിട്ടും നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനായിട്ടൊക്കെ നമ്മൾ മാറാം. ഇത് ആർക്കറിയാം, യഥാർത്ഥ ജ്ഞാനം നേടിയ ആ വിനയാന്വിതനായ പണ്ഡിതൻ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഉള്ളിലും ആരുണ്ട്, പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ടെന്നും ജീവാത്മാവ് ഉണ്ടെന്നും ഈ പണ്ഡിതൻ അറിയുന്നത് കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാൻ ആര് ശ്രമിക്കും, ആ പണ്ഡിതനായിട്ടുള്ള ആ ജ്ഞാനമുള്ള യഥാർത്ഥ വ്യക്തി കാണാൻ, യഥാർത്ഥ ജ്ഞാനം നേടിയ വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാവരെയും ഒരേപോലെ ദർശിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നമ്മൾ കാണുന്ന, നമ്മളെ ചുറ്റും കാണുന്ന എല്ലാ ജീവാത്മാക്കളും, എല്ലാവരിലും ആരുണ്ട്, ഭഗവാന്റെ അംശമുണ്ട്. എല്ലാവരിലും ജീവാത്മാക്കളുണ്ട്, എല്ലാവരിലും ഭഗവാന്റെ അംശമുണ്ട്. ഇത് ആർക്കറിയാം, ഇന്ന് നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം എന്ന് പറയുന്നത് നാളെ വേറെ ഏതോ ശരീരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അവർ ചെയ്ത പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മൃഗമായിട്ടോ പക്ഷിയായിട്ടോ അവർ ജന്മമെടുത്തു. നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനുഷ്യനായിട്ട് ജന്മമെടുത്തു. നാളെ എന്താകാം, നമ്മൾ പക്ഷിയായിട്ടും മൃഗമായിട്ടും വരാം. ആ പക്ഷിയും മൃഗവും എന്തായിട്ടും വരാം, മനുഷ്യനായിട്ടും വരാം എന്ന് ആർക്കറിയാം, ഈ പണ്ഡിതന്മാർക്ക് അറിയാനായിട്ട്, മനസ്സിലാക്കാൻ, ജ്ഞാനം നേടിയവർക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരെന്താ പറയുന്നത്, പ്രഹൃഷേത്രിയം പ്രാപ്യ നോതി ചേതാ പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധീര സമ്മൂഢോ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിത. അങ്ങനെ ഇത്തരത്തിലുള്ളവര് എങ്ങനെയായിരിക്കും, ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്തവയിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതികത്തിന് അതീതനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഭൗതികത്തിന് അതീതരായിരിക്കും. അതായത് അവർക്ക് എന്തറിയാം, നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, സുഖദുഃഖങ്ങൾ എപ്പോഴും എങ്ങനെയാണ്, മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ സുഖം വരും, ചിലപ്പോൾ ദുഃഖം വരും. ഇത് ആർക്കറിയാം, ഈ പറഞ്ഞ വ്യക്തികൾക്ക് അറിയാൻ സാധിക്കും. ഈ പണ്ഡിതന്മാരായിട്ടുള്ള ഭൗതികത്തിന് അതീതനായ വ്യക്തികൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അവർക്ക് സന്തോഷം വരുമ്പോൾ അവർ കുറെ സന്തോഷിക്കുന്നില്ല, ദുഃഖം വരുമ്പോൾ അവർ കുറെ ദുഃഖിക്കുന്നില്ല. കാരണം അവർക്കറിയാം ഈ സന്തോഷം എന്ന് പറയുന്നതും ദുഃഖം എന്ന് പറയുന്നതും മാറിക്കൊണ്ടേയിരിക്കുന്നതാണെന്നുള്ളത് ആർക്കറിയാം, ഇവർക്കറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് അവര് ആനന്ദം വരുമ്പോൾ അധികം ആഹ്ലാദിക്കുന്നില്ല, ആനന്ദകരമല്ലാത്തതിൽ അവർ ദുഃഖിക്കുന്നുമില്ല. നമ്മൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടുകൂടി അസംഭ്രാന്തനായിട്ട്, സംഭ്രാന്തിയൊന്നുമില്ലാതെ ദൈവശാസ്ത്രജ്ഞാനിയായിട്ട് ജീവിക്കുന്നവനാണ് ആര്, ഈ ഭൗതികത്തിന് അതീതനായ വ്യക്തി. അതായത് ഭൗതികത്തിന് അതീതനാവെന്ന് വെച്ചാൽ എവിടേക്ക് കടന്നു, ആത്മീയത്തിലേക്ക് കടന്നു. അത്തരത്തിലുള്ള വ്യക്തികൾ, അതായത് യഥാർത്ഥത്തിലുള്ള പണ്ഡിതനായിട്ട് മാറി, മഹാത്മാവായിട്ട് മാറി. അപ്പൊ അവർക്കറിയാം ഈ സുഖവും ദുഃഖവും എന്ന് പറഞ്ഞതൊക്കെ മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. യേഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനേയ ഏവത്തെ ആദ്യന്തവന്ത കൗന്ദേയ നാതേ ശൂരമതേ ബുധഃ. ബുദ്ധിമാൻ ഭൗതിക ഇന്ദ്രിയങ്ങൾ മൂലമുണ്ടാകുന്ന ഭൗതിക ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളതുകൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുന്നില്ല. അപ്പൊ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികള് ഭൗതിക ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്, കണ്ണ്, മൂക്ക്, വായില്ല, നാക്ക്, ത്വക്ക്, ചെവി അല്ലെ, 5 അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളില് പങ്കുകൊള്ളാറില്ല. അപ്പൊ കുന്തിപുത്ര അർജുനനോട് പറയാണ്, ഭൗതികമായ സുഖങ്ങൾക്ക് എന്തുണ്ട്, ആദിയുണ്ട് അവസാനമുണ്ട്. നമുക്കറിയാം ഈ സുഖദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാർ അതിലൊരിക്കലും എന്തുണ്ടാവില്ല, സന്തോഷം കൊള്ളുന്നില്ല. ഇപ്പം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, അപ്പൊ നമ്മളിവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റത്തെ പറയുന്നത് കണ്ണ് എന്ന ഇന്ദ്രിയം കൊണ്ട്, അതിൽ കാണുന്നത് ഈയാമ്പാറ്റയാണ്. അവിടെ കണ്ണ്, ഈയാമ്പാറ്റ, മഴപ്പാറ്റ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നമുക്ക്. അതായത്
ഇയാമ്പാറ്റ, അതായത് വെളിച്ചം കാണുമ്പോൾ ഇയാമ്പാറ്റ എന്താ പ്രത്യേകത? കണ്ണിന്റെ ആകർഷണം കൊണ്ട് ഇയാമ്പാറ്റയ്ക്ക് ഉണ്ടാകുന്ന അപകടമാണ് പറയുന്നത്. ആ ഇയാമ്പാറ്റകൾ വെളിച്ചം കാണുമ്പോൾ എന്ത് സംഭവിക്കും? അത് ആ വെളിച്ചത്തിലേക്ക് പോകും. ആ വെളിച്ചത്തിന്റെ അടുത്ത് പോകുമ്പോൾ അപ്പൊ തീ അവിടെ അഗ്നി കത്തിച്ചിരിക്കുകയാണ്, തീ ഉണ്ട്. അപ്പൊ അഗ്നിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അത് എന്താവും? അവിടെ ചെന്നിട്ട് കത്തിച്ചാമ്പലായിട്ട് വീഴും. എന്താണ്? കണ്ണിന്റെ ആകർഷണം കൊണ്ടാണ് അതിനെന്ത് സംഭവിക്കുന്നത്? അവിടെ അപകടം സംഭവിക്കുന്നത്. രണ്ടാമത്തത് മാനിന് ഓടക്കുഴലിന്റെ നാദം ഭയങ്കര ഇഷ്ടമാണ്. ഓടക്കുഴലിന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേട്ടക്കാരെന്ത് ചെയ്യും? മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടക്കുഴലിന്റെ സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ അത് ഉണ്ടാക്കുമ്പോൾ മാൻ അതിങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് നിൽക്കും. അപ്പൊ മാനിനെ എളുപ്പത്തിൽ പിടിക്കാൻ ആർക്ക് സാധിക്കും? വേട്ടക്കാർക്ക് പിടിക്കാൻ സാധിക്കും. അപ്പൊ ആ ചെവി എന്ന ഇന്ദ്രിയം കൊണ്ടാണ് അവിടെ അപകടം ആർക്ക് സംഭവിക്കുന്നത്? മാനിന് സംഭവിക്കുന്നത്. പിന്നെ വന്നിട്ട് ആന എന്ന് പറയുമ്പോൾ അതായത് ത്വക്ക് എന്ന ഇന്ദ്രിയം കൊണ്ട് ഉണ്ടാകുന്ന, അതായത് ആണാനകളെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വഴിയിൽ കുഴിച്ചു വെക്കും. എന്നിട്ട് പെണ്ണാനകൾക്ക് കുറെ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഈ ആണാനകൾ നടക്കുക എങ്ങനെയാണ്? പെണ്ണാനകളുടെ ബാക്കിൽ കൂടെ തൊട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഈ പെണ്ണാനകൾ ഫ്രണ്ടിലേക്ക് പോകും. അവർ ഈ കുഴി കാണുമ്പോൾ അത് കവർ ചെയ്ത് കിടക്കാൻ ആർക്കറിയാം? പെണ്ണാനകൾക്കറിയാം. പക്ഷെ ആണാനകൾ ആ സ്പർശന സുഖം കൊണ്ട് അവരെന്ത് ചെയ്യും? ഇതിന്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ ആ കുഴിയിൽ വീണിട്ട് അവർക്കും എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കും. അതായത് അങ്ങനെ അവരെ പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ത്വക്ക് എന്ന ഇന്ദ്രിയം കൊണ്ടുണ്ടാകുന്ന ആസ്വാദനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അപകടമാണ് നമ്മളത് പറഞ്ഞത്. പിന്നെ അടുത്തത് താമര രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിരിയും, വൈകിട്ട് അത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് ചുരുങ്ങുകയും ചെയ്യും. അപ്പം അത് വിരിവിഞ്ചുമ്പോൾ നല്ല ഗന്ധമായിരിക്കില്ല, അതിലെ ഇത് എന്താ പറയുക, നല്ലൊരു ഗന്ധമായിരിക്കും അതിന് വരാം. അപ്പം നമ്മുടെ എന്താണ് മൂക്ക് നല്ല ഇന്ദ്രിയത്തിന്റെ ആസ്വാദനം കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ വണ്ട് എന്ത് ചെയ്യും? ആ ഗന്ധം നുകരാൻ വേണ്ടിയിട്ട് താമരപ്പൂവിൽ വന്നിരിക്കും. അപ്പോൾ താമരപ്പൂവിൽ വന്നിരുന്ന് കുറെ കഴിയുമ്പോൾ ആ താമര എന്ത് ചെയ്യും? അത് ചുരുങ്ങും. വൈകുന്നേരം ആകുമ്പോൾ താമര ചുരുങ്ങും. അപ്പൊ എന്ത് ചെയ്യും? ആ വണ്ട് അതിലിരുന്നിട്ട് ഒന്നുകിൽ ചത്തുപോകും. അപ്പോൾ ആ ഗന്ധം നുകരാനായിട്ട് നമ്മളെ മൂക്കിന്റെ ഇന്ദ്രിയം കൊണ്ടുണ്ടാകുന്ന ദുഃഖമാണ് അവിടെ സംഭവിക്കുന്നത്, അപകടമാണ് സംഭവിക്കുന്നത്. പിന്നെ ഒരു മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു മീനിനെ ഇരയാക്കുക. അതായത് നമ്മുടെ നാക്കിന്റെ ആസ്വാദനം, അതാണ് പറയുന്നത്. നമുക്ക് ആ മത്സ്യത്തിനെ കഴിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു മീൻ വരും, അപ്പൊ അതിനെ പിടിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അപകടം സംഭവിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, ദുഃഖങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ, ബുദ്ധിമാന്മാരെന്താണ്? ഇതിലൊന്നും ശ്രദ്ധിക്കില്ല. അല്ലാത്തവർക്കാണ് എന്ത്? ഈ ഭൗതികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ സംഭവിക്കുന്നത്. ലഭന്തെ ബ്രഹ്മ നിർവാണ മൃഷയാ ക്ഷീണ കൽമഷ ചിഹ്നദ്വൈതയതാത്മാന സർവഭൂതാഹിതേരതഃ. സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്ക് അതീതരായവരും തന്നിൽ തന്നെ മനസ്സ് വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും സർവ്വപാപങ്ങളിൽ നിന്ന് മോചനം നേടിയിട്ടുള്ളവർ ബ്രഹ്മനിർവാണം പൂകുന്നു. അപ്പൊ ഇനി ആർക്കൊക്കെയാണ് ബ്രഹ്മനിർവാണം പൂകാൻ സാധിക്കാന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ബ്രഹ്മനിർവാണം പൂകാന്ന് വെച്ചാല് ഈ ഭൗതിക ലോകത്ത് നിന്ന് ആത്മീയ ലോകത്തിലേക്ക് കടക്കുക, അതാണ് ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത്. എങ്ങനെയുള്ളവർക്കാണ്? സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്ക് അതീതരായവര്. അതായത് നമ്മളെ സംശയങ്ങളെല്ലാം മാറി, സംശയങ്ങളിൽ നിന്നുണ്ടാകുന്ന ദ്വന്ദ്ങ്ങൾ ഇതാണോ അതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുമല്ലോ, അതിനെല്ലാം അതീതരായ ഒന്നിൽ നമ്മൾ ഉറപ്പിച്ചു ഇന്നതാണെന്ന് ഉറപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് മനസ്സ് തന്നിൽ തന്നെ വ്യാപരിപ്പിക്കുക. അതായത് വേറെ ഒന്നിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചുകൊണ്ട്, എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ഷേമൈശ്വര്യ പ്രവർത്തനം വെച്ചാൽ എല്ലാവർക്കും ആ ക്ഷേമം കിട്ടുന്നത് എപ്പോഴാണ്? ഭഗവാനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെ. അപ്പൊ ഭഗവാനുമായിട്ട് ബന്ധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സർവ്വപാപങ്ങളിൽ നിന്ന് മോചനം നേടിയിട്ടുള്ളവർക്കുമാണ് എന്ത് സാധിക്കുക? ബ്രഹ്മനിർവാണം പൂകാൻ സാധിക്കുക. അതായത് ഈ ഭൗതികതയിൽ നിന്ന് ആത്മീയത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന എങ്ങനെയുള്ളവർക്കാണ്? ഒന്ന് സംശയങ്ങളെല്ലാം മാറിയിട്ടുള്ളവരായിരിക്കും. പിന്നെ ഭഗവാനിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. എല്ലാ ജീവജാലങ്ങളുടെയും ഐശ്വര്യ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനം, അതായത് ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, തിരക്കിട്ട് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും.
പിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടിയിട്ടുള്ളവർ. ഇത്തരത്തിലുള്ളവർക്കാണ് എന്ത് സാധിക്കുക? ഈ ഭൗതികമായ ലോകത്ത് നിന്ന്, ഭൗതികതയിൽ നിന്ന് ആത്മീയത്തിലേക്ക് കടക്കാൻ സാധിക്കുക. അതാണ് ബ്രഹ്മനിർവാണം പൂക എന്ന് പറയുന്നത്. കാമ ക്രോധ വിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യജ്ഞിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അജിരേണ പരമപദ പ്രാപ്തി സുനിശ്ചിതമാണ്. അപ്പോൾ ഈ കാമക്രോധങ്ങളെല്ലാം ഒഴിഞ്ഞ്, നമ്മുടെ കാമം ക്രോധം എല്ലാം മാറി അച്ചടക്കത്തോടു കൂടി പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം ഒരു സമയം പോലില്ലാതെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തുറപ്പാണ്? പരമപദ പ്രാപ്തി സുനിശ്ചിതമാണ്. അവർക്ക് എന്തായാലും പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. നോട്ടം കൊണ്ട് മാത്രമാണ് മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത്, ആമ ധ്യാനം കൊണ്ടും. ആമ കരയിലാണ് മുട്ടയിടുന്നത്, വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആ മുട്ടകളിൽ മനസ്സൂന്നുകയും ചെയ്യുന്നു. അതുപോലെ കൃഷ്ണാവബോധമുള്ള ഭക്തനും ഭഗവത് ധാമത്തിൽ നിന്ന് വിദൂരസ്ഥനെങ്കിലും നിരന്തരമായ ധ്യാനം കൊണ്ടും കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ടും ആ ധാമത്തിലേക്ക് സ്വയം ഉയരാം. ഭൗതിക ക്ലേശങ്ങളുടെ ആഘാതം അയാൾക്ക് അനുഭവപ്പെടില്ല. സദാ പരമപുരുഷനിൽ മുഴുകിയിരിക്കുന്നത് മൂലം പ്രാപഞ്ചിക ക്ലേശങ്ങൾ തീണ്ടാത്ത ഈ അവസ്ഥയാണ് ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത്. അതായത് ഒരു മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത് എങ്ങനെയാണ്? നോട്ടത്തിലൂടെയാണ് കുഞ്ഞുങ്ങളെ പോറ്റുന്നത് മത്സ്യം. ആമയാണെങ്കിലോ ധ്യാനത്തിലൂടെ. ആമ കരയിൽ മുട്ടയിടും, എന്നിട്ട് വെള്ളത്തിൽ ചെന്ന് കിടന്ന് ആ മുട്ടകളിൽ മനസ്സൂന്നിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ മുട്ട വിരിയുന്നത്. അതേപോലെയാണ് കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തൻ. ഭഗവാന്റെ ധാമം എവിടെയാണ്? ഗോലോക വൃന്ദാവനം, വളരെ ദൂരത്താണ്. പക്ഷേ ഇത്രയും ദൂരത്താണെങ്കിലും കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തൻ നിരന്തരമായ ഭഗവാനെ ധ്യാനം കൊണ്ട്, കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ട് ആ ഭക്തൻ എപ്പോഴും എങ്ങനെയാണ്? ഭക്തന്റെ മനസ്സിലായിരിക്കും ഭഗവാൻ ഉണ്ടാവുക, ഭക്തന്റെ ഹൃദയത്തിലാണ് ഭഗവാൻ ഉണ്ടാവുക. അപ്പോൾ നിരന്തരം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ട് ആ ഭക്തന് ഭഗവാന്റെ ധാമത്തിലേക്ക് ഉയരാൻ സാധിക്കും. എങ്ങനെ? മനസ്സുകൊണ്ട്. കാരണം എപ്പോഴും ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു, ഭഗവാന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഭക്തൻ, ആ കൃഷ്ണാവബോധത്തിലുള്ള ഭക്തന് വിദൂരത്തിലാണെങ്കിലും നിരന്തരം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവത് ധാമത്തിലേക്ക് ഉയരാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് ബാധിക്കില്ല? ഭൗതിക ക്ലേശങ്ങളൊന്നും ബാധിക്കില്ല. അങ്ങനെ ഭഗവാനിൽ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഭൗതികമായ യാതൊരു ക്ലേശങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഉള്ള വ്യക്തിയെ എന്താ പറയുന്നത്? അങ്ങനെ മുഴുകിയിരിക്കുന്നത് മൂലം പ്രാപഞ്ചിക ക്ലേശങ്ങൾ തീണ്ടാത്ത അവസ്ഥ, അതായത് ഭൗതിക പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന കുറെ ക്ലേശങ്ങളുണ്ട് നമുക്ക്. ആ ക്ലേശങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയെ നമുക്ക് എന്ത് പറയാം? ബ്രഹ്മനിർവാണം പൂക എന്ന് പറയാം. അപ്പോൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങൾ, പലതരത്തിലുള്ള ക്ലേശങ്ങൾ നമുക്ക് ഉണ്ടാവും ഈ പ്രപഞ്ചത്തിൽ. അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് എന്ത്? ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത്. ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദാം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സകല ദേവങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുതകാംക്ഷിയാണെന്ന് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. അപ്പോൾ എന്താണ്? ഭോക്താരാം യജ്ഞ തപസാം, എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവാണ് ഭഗവാൻ. ദേവന്മാരുടെയും സർവലോകങ്ങളുടെയും അധിപനാണ് ഭഗവാൻ. എല്ലാ ജീവികളുടെയും സുഹൃത്താണ് ഭഗവാൻ, അഭ്യുതകാംക്ഷിയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കുന്ന തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി. അപ്പോൾ ഒരു ഭഗവാനെ ഒരു വ്യക്തി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി. കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മുടെ അവബോധം എപ്പോഴും ഭഗവാനായിരിക്കും. എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ഭഗവാന് വേണ്ടി ചെയ്യുന്നു. ഭഗവാന്റെ നാമം വിടാതെ നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യക്തികളാണ് ആര്? കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തികൾ. ആ വ്യക്തികളെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഭഗവാനെ എല്ലാ യജ്ഞത്തിന്റെയും തപസ്സുകളുടെയും ഭോക്താവാണ് ഭഗവാൻ. മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞല്ലേ, യജ്ഞങ്ങള് ഭഗവാനായിട്ടുള്ള യജ്ഞങ്ങളായിട്ട് യജ്ഞം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്ന് കണ്ടു നമ്മൾ. പിന്നെ എല്ലാ തപസ്സുകളുടെയും യജ്ഞങ്ങളുടെയും ഭോക്താവ്, അതിന്റെ ഭോക്താവ് ആരാണ്? ഭഗവാനാണ്. ദേവന്മാരുടെ അധിപൻ ആരാണ്? ഭഗവാനാണ്. സർവ്വലോകത്തിന്റെയും അധിപൻ ആരാണ്? ഭഗവാനാണ്. അതായത്
എല്ലാ ലോകങ്ങളുടെയും നമ്മളെ ഈ ഭൗതിക ലോകം, 14 ലോകങ്ങളും ആത്മീയ ലോകങ്ങളും എല്ലാറ്റിൻ്റെയും അധിപൻ ഭഗവാനാണ്. എല്ലാ ജീവികളുടെയും സുഹൃത്താണ് ആര്? ഭഗവാൻ. എല്ലാവരുടെയും അഭ്യുതകാംക്ഷി ആരാണ്? അതും ഭഗവാനാണ്. ഇത് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് എന്ത് സാധിക്കും? ഭൗതികമായ ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടാനായിട്ട് സാധിക്കും. ഇത് ഭഗവത്ഗീതയുടെ ശാന്തി ശ്ലോകം എന്നാണ് ഈ ശ്ലോകം അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. അപ്പൊ ഭഗവാൻ പരമാധികാരിയാണ്, പരമമായ ഭോക്താവാണ് ഭഗവാൻ. പിന്നെ നമ്മുടെ സുഹൃത്തും അഭ്യുതകാംക്ഷിയുമാണ് ആര്? ഭഗവാൻ. എങ്ങനെയാണ് നമ്മൾ ആരെ മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. പരമാധികാരിയാണ് ഭഗവാൻ, പരമമായ ഭോക്താവ് ഭഗവാനാണ്. എല്ലാറ്റിന്റെയും ഭോക്താവ് ആരാണ്? ഭഗവാനാണ്. നമ്മുടെ സുഹൃത്തും ഭഗവാനാണ്, അഭ്യുതകാംക്ഷിയും ഭഗവാനാണ്. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് എന്ത് സാധിക്കും? ശാന്തി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്ത കോടി വൈഷ്ണവ ഭക്തവൃന്ദിക്ക് ജയ്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഗുരുദേവിക്ക് ജയ്. നിത്തായ് ഗുരുബ്രഹ്മാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇതിലെന്താ പറഞ്ഞത്? ഈ അധ്യായത്തില് മെയിനായിട്ട് പറഞ്ഞത് കർമ്മ സന്യാസം, കർമ്മം ത്യജിക്കുന്നതാണോ സന്യാസം ഇതിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ സന്യാസം ആണോ അല്ലെങ്കിൽ ഭക്തിപൂർവ്വം കർമ്മം ചെയ്യുന്നതാണോ, ഏതാണ് ഏറ്റവും നല്ലതെന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത്? ഏതാണ് നല്ലത്? ഭക്തിപൂർവ്വം ഭഗവാനെ സേവനം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് അവിടെ ഒരു കഥയും പറഞ്ഞു തന്നു. കാരണം അല്ലാതെ നമ്മൾ അറിയാതെ ചെയ്ത തെറ്റുകൾക്ക് പോലും നമുക്ക് അവിടെ എന്ത് അനുഭവിക്കേണ്ടതായിട്ട് വരാം? ശിക്ഷ അനുഭവിക്കേണ്ടി വരാം. അതുകൊണ്ട് നമ്മൾ ഭക്തിപൂർവ്വം ഭഗവാന് സേവനം ചെയ്യുക, എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വരില്ല? കർമ്മത്തിന്റെ ഫലം അവിടെ അനുഭവിക്കേണ്ടി വരില്ല. അതിന് നമ്മൾ അവിടെ ഒരു ഉപമ കണ്ടു. താമരയില വെള്ളത്തിലിട്ടാലും നനയാത്ത പോലെ ചെയ്യുന്ന കർമ്മഫലങ്ങള് നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ വേറെന്താ പറഞ്ഞത്? അതില് നമ്മള് ഭക്തിയില്ലാതെ സന്യാസം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് വേണം? ഭക്തിയിലൂടെ ആയിരിക്കണം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കേണ്ടത്. എല്ലാതും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? സമാധാനം കിട്ടുന്നത്, മനസ്സിന് ശാന്തി കിട്ടുന്നത്. ഫലത്തിൽ ആസക്തി ഇല്ലാതെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ആസക്തിയോടെ ചെയ്യുന്നവർക്ക് എന്താണ്? ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല എന്നും പറഞ്ഞു നമ്മള്. പിന്നെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും കർത്താവ് ആരാണ്? ആത്മാവല്ല, പ്രകൃതിയുടെ ഗുണങ്ങൾ. 3 ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അത് ചെയ്യിക്കുന്നത് പറഞ്ഞു. ഭഗവാന് റോളുണ്ട്, ഭഗവാൻ ഇല്ല എന്നല്ല. പക്ഷെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ ആത്മാവിന് അതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ബുദ്ധി, മനസ്സ്, വിശ്വാസം, ആശ്രയം ഇതൊക്കെ ആരില് അർപ്പിക്കണം? ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കും? മോക്ഷത്തില് മുന്നേറാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ആയിട്ടുള്ള വ്യക്തികൾ, യഥാർത്ഥ പണ്ഡിതന്മാർക്ക് എങ്ങനെയാണ്? എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് അവർക്ക് സാധിക്കും. നമ്മൾ പറഞ്ഞു, ആനയായാലും നായിയായാലും, നായി മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനെ ആയാലും ഒരു ബ്രാഹ്മണനെ ആയാലും എല്ലാവരെയും ഒരേപോലെ കാണാനായിട്ട് അവർക്ക് സാധിക്കും. കാരണം അവർക്കറിയാം എന്ത്? നമ്മൾ ഇന്ന് കാണുന്ന ഈ ശരീരം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളതല്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എല്ലാവരിലും ആരുണ്ട്? പരമാത്മാവുണ്ട്, എല്ലാ ജീവാത്മാക്കളുണ്ട്. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. നമുക്ക് കർമ്മത്തിന്റെ, നമ്മൾ ചെയ്ത പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മം അനുസരിച്ചാണ് ഇതൊക്കെ കിട്ടുന്നെന്നുള്ളത് അവർക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് അവരെല്ലാവരെയും ഒരേപോലെ കാണാനായിട്ട് ശ്രമിക്കുന്നവരാണ്. പിന്നെ അവർ സുഖം വന്നാൽ വളരെയധികം സന്തോഷിക്കുന്നില്ല, ദുഃഖം വന്നാലും ദുഃഖിക്കുന്നില്ല. അവർക്കറിയാം ഇതൊക്കെ എങ്ങനെയാണ്? താൽക്കാലികമായിട്ടുള്ളതാണെന്നുള്ളതും അവർക്കറിയാനായിട്ട് സാധിക്കും. അങ്ങനെ കാമക്രോധങ്ങളൊക്കെ നിയന്ത്രിച്ച് എന്ത് സാധിക്കും? ആ ബ്രഹ്മനിർവ്വാണം പോകാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ലാസ്റ്റ് ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നതാണ് എന്താണ്? എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവാണ് ഭഗവാൻ, എല്ലാ ദേവന്മാരുടെയും അധിപനാണ് ഭഗവാൻ, എല്ലാ ലോകങ്ങളുടെയും അധിപനാണ് ഭഗവാൻ, എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുതകാംക്ഷിയാണ് ഭഗവാൻ. ഇത് മനസ്സിലാക്കുന്നവർക്ക് എന്ത് സാധിക്കും? ശാന്തി നേടാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ നമുക്ക് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഒറ്റ സെന്റൻസിൽ ഇത് പറഞ്ഞാൽ എന്താണ് ഇതിൽ അർത്ഥാക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കർമ്മം ഭക്തിപൂർവ്വം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കർമ്മത്തിന്റെ ഫലങ്ങൾ ആഗ്രഹിക്കാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് സമാധാനം, ശാന്തി ഉണ്ടാവും.